നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി, പോയിക്കോ. ഉത്തരവ്. ഇങ്ങനൊരു പണിയോട്ടോ. നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തൊക്കെയാണാവോ? എന്താണ് എന്താ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ. Good morning. Sit down. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാ. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാ പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിലെ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിന് മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ, അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്നാ പറഞ്ഞു. നാളെ ഇനി നീ ആലോചിക്കണ്ടേട്ടാ, എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. ഓ, ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ടു പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രമല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. ഇന്നലെ ബോക്സിംഗ് തരിപ്പ് അറിയില്ല. അപ്പൊ അർത്ഥ തന്നപ്പടി ഞാൻ കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണം കേട്ടോ. ടീച്ചറെ, മഞ്ജുവിടെ തലകറി വിടും. ടീച്ചർ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം, എനിക്ക് ക്ലാസ് ഉണ്ട്.
ടീച്ചർ എന്താ ഈ പറയുന്നത്? എന്താ കുഞ്ഞാ? എന്ത് പറ്റി? ടീച്ചറെ നമ്മുടെ മഞ്ജുവിടെ തലയിറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റിയെന്നാവോ? മാറി. മഞ്ജു, പിടിച്ചേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പോഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വേണം ആകെ രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ്, അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ. പോടക്ക. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിലൂടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നത്. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായി അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ? ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോൾ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന